ഹലോ എവ്രി വൺ, നമസ്കാരം, ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സേഫ് ആയിരിക്കുന്നു, എല്ലാവരും സുഖം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുകയാണ്. ജസ്റ്റ് ഒരു നിങ്ങളെ ഞാൻ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ്, ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മുടെ എന്താണ് പറയുക, വെജിറ്റബിൾ ഗാർഡൻ ആണ്, കിച്ചൺ ഗാർഡൻ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇത് നമ്മൾ ഷൂട്ട് ചെയ്തത് വന്നിട്ട് ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ചത്തെ ഒരു ദിവസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതായിട്ടില്ലേ അമ്മ, കുറച്ചും കൂടി ആവട്ടെ. ഇതാ അത് മുറിച്ചോളൂ. അതാ മുറിച്ചു വയ്ക്കാം, താഴെ വയ്ക്കാം. ഇതായോ? ഇല്ല, കുറച്ചും കൂടി ആവാൻ. ഇതാ ഇതെടുത്തോളൂ, കണ്ടോ? ഓക്കെ, അടുത്തത് ഭീകരൻ നിൽക്കണം. നമുക്ക് ഭീകരൻ ഇതാ നോക്കിയിട്ട് അതിൻ്റെ തണ്ടുമ്മ മുറിച്ചാൽ മതി. അതന്നെ, നല്ല പണിയാണ്. കണ്ട, വെരി ഗുഡ്. കണ്ണേട്ടാ ചൊരക്കാമാ, എന്താ കണ്ണേട്ടാ? സീരിയസ് ആയിട്ട് മനസ്സിലായിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല, ഇത് പാപ്പക്കുട്ടിയാണിത്, പാപ്പക്കുട്ടി. നീ അതാ അറ്റങ്ങട്, അതാ ഒരെണ്ണം റൗണ്ട്. അത് തട്ടി നോക്കൂ. തന്നെ, അത് നാടൻ ചൊരക്ക. ഇതായിട്ടില്ല തോന്നുന്നു. നോക്കട്ടെ. ആയിന്ന്. വെരി ഗുഡ്. ഇനി മത്തൻ നിൽക്കുന്നുണ്ടോ നോക്കൂ. മത്തങ്ങ അല്ല, ഇതിങ്ങനെ പടർന്നതുകൊണ്ടേ ഉള്ളിലോ മറ്റോ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് റിലീസ് ചെയ്ത് വിടണം. ചൊരക്കുട്ടികൾ കുറേ ഉണ്ട്. ശരി, ഇനി ഇങ്ങോട്ടേക്ക് പോരട്ടെ, വഴുതനങ്ങകൾ പോരട്ടെ. വഴുതനങ്ങകൾ എടുക്കൂ. ഇതാ ഒന്ന് അവിടെ ഉണ്ട്, കണ്ട? ഒന്ന്, ഇതാ രണ്ട്, മൂന്ന്, നാല് വഴുതനങ്ങ കിട്ടണം. അതത്രേ ഉള്ളൂ. ഇത് കണ്ടോ, നല്ല കട്ടിയുണ്ട്, കണ്ടോ? അതാണ്. അതെടുത്തോളൂ. നോക്കിയിട്ട് കൈമുറിയണ്ട കേട്ടോ. ഇനി ഒരെണ്ണം കൂടി കണ്ടുല്ലോ. അതാ ഇതൊന്ന്, അതാ ഒന്ന്, അതാ അവിടെ. അതാ അവിടെ നോക്കൂ, താഴേന്ന് നോക്കിയിട്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോളിൻ. അതാ അതിൻ്റെ അതേ കൊമ്പിൽ അപ്പുറത്തുണ്ട്, കണ്ടോ? അതന്നെ താഴെ. അതെന്തിനാ കട്ട് ചെയ്ത് താഴെയിട്ട്? അതെടുക്കൂ. എന്നിട്ട് പതുക്കെ എടുക്കും. കിട്ടിയോ? വെരി ഗുഡ്. ഇനി നമുക്ക് തക്കാളികൾ നോക്കാം. തക്കാളികൾ ഞാൻ എടുത്തതുകൊണ്ട് അധികം വന്നിട്ടില്ല. പിന്നെ ഇപ്പുറത്തെ വഴുതിനിങ്ങയിൽ വല്ലതുണ്ടോ? തക്കാളി നമ്മുടെ ഇതിലേക്ക് പടരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. കല്ല് പോലെ തന്നെ. അതെ, ഇതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ കണ്ണേട്ടാ. ഇത് കണ്ടോ, നമ്മുടെ ചെറിയ തക്കാളി അത് അങ്ങോട്ടേക്ക് പടരുന്നു. അത് ഇങ്ങോട്ടേക്ക് തന്നെ ആക്കണം. സൂര്യകാന്തി കണ്ടോ? നോക്കൂ മക്കളെ, ഇങ്ങനെയാണ് അവരതിൻ്റെ പോലൻ, കണ്ണേട്ടാ ഇത് കണ്ടോ, പോലൻ അവരിത് ഷെഡ് ചെയ്യണത്. കണ്ടോ? ഇവിടെ എന്താണ് പറയുക, ഇത് വന്നിരിക്കും നമ്മുടെ തേനീച്ചകൾ.
ഇനി പോലങ്കാട് അതാരേതോ എന്താ പാടിയത്? പാടൂ പാടു കേക്കട്ടത്. ആർക്ക്? വളുപ്പ്. ഇവിടെ തക്കാളികൾ ഇല്ല, പച്ചമുളക് ആയിട്ടില്ല. എല്ലാം എടുത്തു ഞാൻ അന്ന്, അതുകൊണ്ടായിരിക്കും. ക്യാബേജും ആയിട്ടില്ല. ഓക്കെ, ഇന്നത്തെ വിളവെടുപ്പ് നമ്മൾ തീർന്നിരിക്കുന്നു. എന്ത് കൃഷി സ്ഥലം വൃത്തിയാക്കാൻ തുടച്ചിട്. ഇതല്ലേ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക, വളമൊക്കെ കൊടുത്ത് എല്ലാം. ശരി, ഇനി നമുക്കിത് എടുക്കാം. ഉറപ്പല്ലേ? ഇനിയൊന്നും ഇല്ലല്ലോ അടിയിലൊന്നും? ഓക്കെ, ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മത്തൻ കണ്ടോ, ഇങ്ങനെയാണ് വരിക മത്തൻ്റെ പൂവ്. ഇത് ആക്ച്വലി മത്തൻ്റെ ഇലയും മത്തൻ്റെ പൂവൊക്കെ നമുക്ക് കൂട്ടാൻ വെക്കാം, ഉപ്പേരിയൊക്കെ വെക്കാം, മെഴുക്ക് വരട്ടി. ഇനി ഇതൊക്കെ ആവട്ടെ. കണ്ണേട്ട് നിന്നാൽ ചോരയ്ക്ക് അറിയില്ല പറഞ്ഞത് ഭയങ്കരമായിട്ടോളൂ. എന്താ കണ്ണേട്ടാ? കണ്ണേട്ടെ, ചോരയ്ക്ക് അറിയില്ല പറഞ്ഞത് ഭയങ്കരമായിട്ടോളൂ. ഓ, എങ്ങനെയാണ് കണ്ണേട്ടിന്റെ മനസ്സിലെ ചോരയ്ക്ക? എങ്ങനെയായിരുന്നു? ഭാഗ്യം വേണം, ഭാഗ്യം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ അവനവന്റെ വീട്ടിൽ നിന്നുള്ള കൃഷി വിളവെടുപ്പണത് അഭിമാനം തോന്നിക്കണ്ടേ ഭാര്യയെക്കുറിച്ച്? ഇല്ലാണ്ട് വെറുതെ വരൂ. അതാ കിളിക്കൂട് കണ്ണേട്ടെ, ഇതാ കിളിക്കൂട്. അല്ലതാ കിളിക്കൂട് ഉണ്ടോ? അതാ കിളിക്കൂടുന്ന്. എവിടെ? എന്തെങ്കിലും ഉണ്ടോ ഉള്ളില്? അയ്യോ, ഇത് കാണണില്ലല്ലോ. ഇനി തൊട്ടാല് പ്രശ്നാവൂ. അയ്യോ, എന്താ അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കണത്? സൂപ്പറായിട്ട് കേട്ടാ. ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലേ? അതോ ഇനി ഉണ്ടോ? ഇനി തൊട്ട പ്രശ്നമാണോ? വേണ്ട അല്ലേ? ആകെ ഒരു ഇനി കെട്ടി വെച്ചിരിക്കുകയാണോ? ശരി, എന്തിനും നമ്മൾ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഹാർവെസ്റ്റും കൊണ്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. എല്ലാ 3 ദിവസം കൂടുമ്പോഴും നമ്മൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് എവറിത്തിങ് ഞാൻ എൻ്റെ നെയ്ബേഴ്സിന് കൊടുക്കാറാണ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മളൊരു ഫോട്ടോ ഇടും. എന്നിട്ട് നമ്മൾ പറയും ഇന്നതൊക്കെ അവൈലബിൾ ആണ്, ഫ്രീ ആണ്, നിങ്ങൾ ബാഗ് കൊണ്ടുവന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ പറഞ്ഞിട്ട് എഴുതും. ആൻഡ് ആൾക്കാർ വന്നിട്ട് എടുത്തിട്ട് പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്കിത് ഫുള്ളായിട്ട് തീർക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ജാസ്തിയായി ആയിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിട്ട് വെറുതെ കേടുവരുത്തുന്നതിനെക്കാട്ടിലും എല്ലാവരും കഴിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ തന്നെ വളർത്തുന്നത് കൊണ്ട് നമുക്കതൊരു സന്തോഷവും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡെലിവറി ഉണ്ട്. അതായത് നമുക്കൊരു എന്താണ് പറയുക 250ഓളം നമുക്ക് എന്താണ് പറയുക തിരുപ്പതി ലഡുവിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. സൈസ് ചെറുതും മീഡിയം സൈസുമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുപ്പതി ലഡു ഒക്കെ ഉണ്ടാക്കി നേരത്തെ കൂട്ടിയിട്ടെല്ലാം കഴിഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇതെല്ലാം സെറ്റ് ആവണമല്ലോ. അതും മാത്രമല്ല, പിന്നെ നമുക്ക് ഇതും ഉണ്ടായിരുന്നു, മുറുക്കിൻ്റെ ഓർഡറും ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് എടുത്തിട്ട് പോവാം രാവിലെ. അപ്പോൾ ഞാൻ എല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെർ പീസ് കണക്കാണ് മുറുക്ക് ലഡു ഒക്കെ വരുന്നത്. ഇനി അവർ എടുത്തിട്ട് പോയി, ക്ലയൻറ്റ് എല്ലാം വന്ന് എടുത്തിട്ട് പോയി. നമ്മുടെ ഫസ്റ്റ് സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് കുറച്ച് പച്ച തക്കാളി നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് പച്ച തക്കാളി സാമ്പാറാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്, ചെറുപരിപ്പിട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹാർവെസ്റ്റിൽ നിന്ന് ഒരു 8-10
തക്കാളി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് പച്ച തക്കാളിയാണ്. ഇനി നിങ്ങൾ മാർക്കറ്റിൽ പച്ച തക്കാളി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ട് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? യെസ്, ചെറുപരിപ്പ് 1 കപ്പ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിനെ നമ്മൾ വെക്കുക. ഇതിലേക്ക് നമ്മൾ 8-10 തക്കാളി എടുത്തിട്ടുണ്ടല്ലോ, അതിനെ ഇതുപോലെ കഷ്ണാക്കിയിട്ട് അതും ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് ലൈറ്റായിട്ട് മതി ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒരു 4 വിസിൽ കൊടുക്കുക. അതവിടെ ഇരിക്കട്ടെ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം, വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, അതേമാതിരി വറ്റൽമുളക് ഇത് നന്നായിട്ട് പൊട്ടിയെന്ന് കാണുന്ന സമയത്ത് 2 വലിയ സവോള നീളത്തിൽ മുറിച്ചത്, അതേമാതിരി വെളുത്തുള്ളി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുന്നതിലേക്ക് നമ്മൾ എന്താണ് പറയുക, സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ദോശയ്ക്ക്, ഇഡ്ലിക്ക്, ചോറിന് ഒക്കെ നന്നായിരിക്കും. ഞങ്ങളിത് ഉച്ചയ്ക്ക് വെച്ചു, എന്നിട്ട് ചോറിൻ്റെ കൂടെയും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രി ഇഡ്ലിയുടെ കൂടെ കഴിച്ചു. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് അടുത്ത ദിവസം രാവിലെ ദോശയുടെ കൂടെയും കഴിച്ചു. അപ്പോൾ ഞാനൊരു 4 സ്പൂണ് നമ്മുടെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല മണം ഉണ്ടാവും. അതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വേവിച്ച് 4 വിസിൽ കൊടുത്ത ചെറുപരിപ്പും പച്ച തക്കാളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല കട്ടിയായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അതിലൂടെ മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് പുറമെ നമ്മൾ പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോ ആദ്യം ഒരു കുക്കറൊക്കെ ഒലുമ്പിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിക്കോളൂ. ഞാൻ നേരത്തെ ഇട്ടു, പക്ഷെ അത് മതിയായില്ല, അപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ആക്കണം കേട്ടുള്ളൂ. കുറച്ച് കട്ടിയായിട്ടുള്ള ലെവലിലേക്കായിരിക്കും നമ്മുടെ ചെറുപരിപ്പ് ഇട്ടാൽ വരിക. അപ്പോൾ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളിതാ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഓക്കെ, ഇതും കൂടി പുളി ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ പച്ചത്തക്കാളി ഓൾറെഡി പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ പുളി പാകത്തിന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒഴിക്കാൻ കേട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പച്ചത്തക്കാളി സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഒരു കൂട്ടാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലേ. നമുക്ക് ഉച്ചയ്ക്കും ആയി, രാത്രിക്കും ആയി, അടുത്ത ദിവസം രാവിലെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനും എടുക്കാം. ഇനി അതൊക്കെ കഴിഞ്ഞല്ലേ, വൈകുന്നേരം ഒരു 5 മണിയായപ്പോൾ എനിക്ക് ഒരു ഡിന്നർ ഓർഡറാണ്. ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു ക്ലയൻറ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ചോദിച്ചത്. അവർ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുക. അവർ അവർ തന്നെ എന്താണ് ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ടേ പറയുള്ളൂ എൻ്റെ അടുത്ത്. അപ്പോൾ അവർ പറയും, എനിക്ക് ഇത്ര സലാഡ് ഹെൽത്തി ആയിട്ട് വേണം, എനിക്കിത് വയറിന് കറക്റ്റ് ആയിരിക്കണം, എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇത്ര പ്രോട്ടീൻ വേണം എന്നൊക്കെ വളരെ കറക്റ്റായിട്ട് പറയും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കാം. ഇത് തുവരപ്പരിപ്പും നമ്മുടെ ഉഴുന്നും കൂടിയിട്ടിട്ടുള്ള ഒരു കൂട്ടാനാണ്. അതായത് ഹൈ പ്രോട്ടീൻ വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വയറിന് ഗട്ട് ഫ്രണ്ട്ലി എന്ന് പറയില്ലേ, ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാലഡ്. ഇത് ചൊരയ്ക്ക കൊണ്ടുള്ള സലാഡാണ്, നമ്മുടെ തോട്ടത്തിലുള്ളത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് നമ്മുടെ സ്പ്രൗട്ട്സ്, അതായത് മുളപ്പിച്ച ധാന്യങ്ങൾ കൊണ്ടുള്ള ഒരു സബ്ജിയാണ്. ഇത് ഫൂൽ മഖാന എന്ന് പറഞ്ഞിട്ടുള്ള താമര വിത്തും പൊമോഗ്രാനറ്റും കൂടി ഇട്ടിട്ടുള്ള റായ്ത്ത. പിന്നെ എന്താണ് പറയുക, നമ്മുടെ സാധാരണ ബീട്രൂട്ട് തോരൻ. ഇതൊക്കെയാണ് അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് വിനീസ് കിച്ചണിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് നമ്മുടെ സ്പൈസി പഴംപൊരി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് വിനീസ് കിച്ചണിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലയൻസിന് ഇത് കൊണ്ടു കൊടുക്കും ആസ് എ സാമ്പിൾ. ഓക്കെ, ഇത് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വിനീസ് കിച്ചണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവമാണ് സ്പൈസി പഴംപൊരി. ആൻഡ് ഇത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ദിവസം സാറ്റർഡേ ആണെങ്കിൽ എനിക്കതിൻ്റെ അടുത്ത ദിവസം എൻ്റെ മക്കളെ 250 ആണ് എനിക്ക് ഓർഡർ കിട്ടിയത്. ജസ്റ്റ് ഒരു ദിവസമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെ വിനീസ് കിച്ചൺ സ്പൈസി പഴംപൊരി ഇൻട്രൊഡ്യൂസ് ചെയ്തു മെനുവിൽ എന്ന്. ആൻഡ് എവ്രിബഡി ലൈക്ഡ് ഇറ്റ്.
അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു ഇത്. ഞാനത് അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്പൈസി പഴംപൊരി. ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങളുടെ സാറ്റർഡേ. ആൻഡ് എല്ലാവരും ചോദിക്കാറുണ്ട് പ്രോബ്ലംസ് എന്തായി ഏതായി എന്നുള്ള രീതിയിലൊക്കെ. ആക്ച്വലി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെ ഈ കൺട്രി എപ്പോഴും ദ സിറ്റി നോസ് വാട്ട് ടു ഡു എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇവരെങ്ങനെ ഡീൽ ചെയ്യണു എന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഐ എം പ്രൗഡ് ടു ബി ലിവിങ് ഹിയർ ആൻഡ് വി ആർ സേഫ് ഹിയർ എന്നുള്ളത് നമുക്ക് മെൻ്റലി നമുക്ക് നല്ല പോലെ അറിയാം. സോ നോക്കൂ നമ്മുടെ സ്പൈസി പഴംപൊരി എങ്ങനെയുണ്ട് എന്നുള്ളത്. സോ വൺസ് അഗെയിൻ ഒരു സിമ്പിൾ വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും.